हरे कृष्णा सर्वം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേഷൻ കി ജയ്. ഇന്ന് നമ്മുടെ ഗുരുവായൂർ മഞ്ജരീസിൻ്റെ അന്നദാനം സ്റ്റാർട്ട് ചെയ്തു. 2 ദിവസമായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് കൊടുക്കുകയാണ്. എല്ലാവരും വരട്ടെ, വന്നോടനെ പറഞ്ഞുതരാം ആരൊക്കെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ തന്നെ പറഞ്ഞുതരാവേ. എല്ലാവരും വരും. ഒരു സ്പെഷ്യൽ മുരുകൻ്റെ അമ്പലത്തിലേക്കാണ് ഞാൻ പോകുന്നത്. ഇവിടെ ഒരു കുണ്ട്രത്തൂർ മുരുകൻ ടെമ്പിളുണ്ട്. ആ ടെമ്പിളിലേക്കാണ് പോകുന്നത്. നല്ല ഹെഡേക്ക്, സൈനസ് ആയതുകൊണ്ട്. അപ്പം ഞാനിങ്ങനെ റെസ്റ്റ് ചെയ്ത് പോകാമെന്ന് ഓർത്തുകൊണ്ട് ഇങ്ങനെ ലേറ്റ് ആയിപ്പോയി, ക്ഷമിക്കണം. പക്ഷേ വെജിറ്റബിൾ ബിരിയാണിയാണ് ചെയ്തത്. വെജിറ്റബിൾ ബിരിയാണിയും നമ്മുടെ ഇതില്ലേ വഴുതിനിങ്ങയുടെ അതൊക്കെ എന്നതത് அந்த ബ്രിഞ്ചാൾ എന്നാ സെഞ്ചിനി கத்திரிக்காய் பச்சடி, കത്രിക്ക സബ്ജിയാ? ഓക്കെ. വഴുതിനിങ്ങ സബ്ജി, തൈര്, പപ്പടം, അച്ചാർ, ഇത്രയാണ്. വെജിറ്റബിൾ ബിരിയാണിയാണ് ഇന്ന് ചെയ്തത്. തിരുവാതിരയൊക്കെ എടുത്തതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്. ഉറക്കമൊന്നും ശരിയായിട്ടില്ല, അതുകൊണ്ടൊരു തലവേദന. അപ്പോൾ ഞാനിങ്ങനെ ഭയങ്കര സൈനസ് വന്നിട്ട് ഭയങ്കര തലവേദന. അത് മാറും, ടാബ്ലറ്റ് കഴിച്ചു, ശരിയാവും. അപ്പോൾ അതിൻ്റെ ഒരു ടയർഡാണ്. അപ്പോൾ ഇങ്ങനെ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവാം. അപ്പോൾ ഇപ്പം നമ്മുടെ അന്നദാനം സ്റ്റാർട്ട് ചെയ്തു. 2 ദിവസമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറേ മെസ്സേജ് നോക്കാനുണ്ട്. അങ്ങനെ കുറേ വർക്കുകൾ, ഡബ്ബിങ് ഉണ്ടായിരുന്നു. ഇന്ന് വേറെ റൂട്ടാണ്, ഒരു സ്പെഷ്യൽ റൂട്ടിലേക്കാണ് പോകുന്നത്. ഇന്ന് ആരൊക്കെയാണ് അന്നദാനം തന്നതെന്ന് കുറച്ച് പേരും കൂടെ വരട്ടെ. അമറെ ഉത്സവമൊക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചോ നീ? അച്ഛൻ തിരക്കുകയായിരുന്നു കേട്ടോ അമറിനെ. അമർ വന്നില്ലേ അമ്പലത്തിലോട്ട്, എന്നിട്ട് ഇങ്ങോട്ട് വന്നില്ലല്ലോ എന്നും ചോദിച്ചിട്ട്. ഞാൻ പറഞ്ഞു അവനിങ്ങനെ അമ്മയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലായിരുന്നു അച്ഛാ, വരും. അന്ന് എന്തോ പല്ലിന് സുഖമില്ല എന്നൊക്കെ പറയണ്ടായി, അത് മാറിയാവോ എന്ന് ചോദിച്ചു. ഞാൻ അതൊക്കെ മാറിയെന്ന് പറഞ്ഞു. അപ്പം കുറച്ച് പേരും കൂടി വരട്ടെ, വന്നിട്ട് അന്നദാനം കൊടുക്കുന്നവരുടെ ലിസ്റ്റ് വായിക്കാം കേട്ടോ. നല്ല പൊടിയാണ്. ഇപ്പം പറയാം ഇന്ന് ആരൊക്കെയാണ് അന്നദാനം തരുന്നതെന്നുള്ളത്. ഇന്ന് കുറച്ച് ഡിസ്റ്റൻസുള്ളടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഏകദേശം ഒരു നമ്മുടെ വീട്ടിൽ നിന്നൊരു 1 hour യാത്രയുണ്ട് ഈ സ്ഥലത്തേക്ക്. തിരിച്ചിങ്ങോട്ടും 1 hour. നോക്കട്ടെ കേട്ടോ, പറയട്ടെ. ഇന്നത്തെ അന്നദാനം സിന്ധു മകൈര്യം ചെമ്മരുതി എന്ന് പറയുന്ന സ്ഥലത്താണ്. സിന്ധു മകൈര്യം ആ പിറന്നാളാണ്. സിന്ധു മാതാജിക്ക് എൻ്റെയും ഗുരുവായൂർ മഞ്ജരീസിൻ്റെയും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. അവരുടെ ബർത്ത്ഡേ 26-ാം തീയതി ആയിരുന്നു, ക്ഷമിക്കണം. ഇന്നാണ് അപ്പം സിന്ധു മാതാജിയുടെ അന്നദാനം നമ്മൾ കൊടുക്കുന്നത്. മാതാജിക്ക് 7 ഫുഡും 7 വാട്ടറും കൊടുക്കുന്നുണ്ട്. ദെൻ ഈ പേപ്പർ പറന്നു പോയാൽ തീർന്നു. പിന്നെ നവനീത് രേവതി 10 ഫുഡ് 10 വാട്ടർ. ദെൻ സുജാത മാതാജി കോഴിക്കോടുന്ന്. സുജാത മാതാജിയുടെ ബർത്ത്ഡേ ആണ്. മാതാജിക്ക് എൻ്റെയും ഗുരുവായൂർ മഞ്ജരീസിൻ്റെയും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. 5 ഫുഡ് 5 വാട്ടർ. ദെൻ ഷീല നായർ പൂനെ 10 ഫുഡ് 10 വാട്ടർ. പിന്നെ സിദ്ധാർത്ഥ്, തീർത്ഥരാജ്, പ്രജിത, ഋതുരാജ് മകൈര്യം, പ്രജിത മൂലം, തീർത്ഥരാജ് ഭരണി, സിദ്ധാർത്ഥ് ഒക്കെയാണ് അവരുടേത്. 7 ഫുഡ് 7 വാട്ടർ. പിന്നെ രേഷ്മരാജ് പൂരാടം കുന്നോത്ത് പറമ്പ് പാനൂർ, അവരുടെ 5 ഫുഡ് 5 വാട്ടർ. ദെൻ വിശ്വനാഥൻ അഹമ്മദാബാദ് 7 ഫുഡ് 7 വാട്ടർ. പിന്നെ ചാന്ദിനി പി കുമാർ 3 ഫുഡ് 3 വാട്ടർ. പിന്നെ നമ്മുടെ പ്രീത മഹേഷ് മാതാജി അന്നദാനത്തിന് തന്നിട്ടുണ്ട്. മാതാജിയുടെ എമൗണ്ടാണ് ഞാൻ ഇന്ന് ട്രാൻസ്പോർട്ടേഷൻ ചാർജായിട്ട് എടുത്തത്. അതും അന്നദാനം തന്നെയാണ്. ഒരുപാട് സന്തോഷം, എക്സ്പെഷ്യലി പ്രീത മഹേഷ് മാതാജി. കാരണം അന്നദാനം എല്ലാം ഉണ്ടാക്കിയിട്ട് ട്രാൻസ്പോർട്ടേഷൻ ഇല്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റില്ല. ട്രാൻസ്പോർട്ടേഷനാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിൽ ഒത്തിരി സന്തോഷം എനിക്ക്. ഇന്ന് അന്നദാനം തന്ന എല്ലാവരോടും ഒരു പ്രത്യേക നന്ദി അറിയിക്കുന്നു.
കാരണം ഇന്ന് തിരുവാതിരയാണ്. ചില ഡേറ്റ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി. ഇന്ന് കൊടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇന്ന് വെജിറ്റബിൾ ബിരിയാണി, ബ്രിഞ്ചോൾ സബ്ജി, വഴുതിനിങ്ങ സബ്ജി, തൈര്, അച്ചാറ്, പപ്പടം, ഇതാണ് ഇന്നത്തെ ഫുഡ്. വെള്ളവും ചേർത്താണ്. ഇന്ന് അന്നദാനം തന്നവർക്കും എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ഇന്ന് 54 പേരുടെ അന്നദാനവും വെള്ളമാണ്. ദിവസവും നമുക്കിങ്ങനെ ഏറ്റവും കുറഞ്ഞത് 51 പേരുടേതെങ്കിലും നമുക്ക് ഫുഡ് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഇത്രേ ആഗ്രഹിച്ചിട്ടുള്ളൂ മഞ്ജരീസിലൂടെ. അത് ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കൊണ്ട് നടക്കുന്നു. ഒരുപാട് സന്തോഷം, ഒത്തിരി സന്തോഷം. എന്നും അത് സാധിക്കണേന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് അന്നദാനം ആർക്കൊക്കെയാണ് നമ്മൾ കൊടുക്കണേന്ന് നോക്കാം അല്ലേ. നോക്കട്ടെ. കാരണം എപ്പോഴും നമ്മൾ ഒരേ സ്ഥലത്തേക്ക് പോകുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പം ഇങ്ങനെ റൂട്ട് മാറ്റി പിടിക്കുകയാണ്. പല സ്ഥലങ്ങളിലേക്ക് പോകണം. ഇന്ന് 1 hour ട്രാവലിംഗ് ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 2 hours ആണ് ട്രാവലിങ്. ഓക്കെ, ഹരേ കൃഷ്ണ. ഇപ്പോൾ എന്തെങ്കിലും വിശേഷങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയൂ. ക്ലാസ്സിൻ്റെ സമയത്ത് എപ്പോഴും നമ്മൾ വിശേഷം പറയും. ഇപ്പം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ. ഇത് മോൺട്രം കാട്ടാളെ എന്ന് പറയുന്നൊരു സ്ഥലമാണ്. ചെന്നൈയുടെ ഔട്ടറായിട്ട് വരും. ഓൾമോസ്റ്റ് ചെന്നൈയുടെ ഔട്ടറാണ്. ഒരു വില്ലേജ് എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും വില്ലേജ്, ഒരു സെമി വില്ലേജ് എന്ന് നമുക്ക് അത്രയ്ക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാണിച്ചുതരാം. എല്ലാവരും അന്നദാനത്തിൻ്റെ ലൈവ് മാക്സിമം ഷെയർ ചെയ്യുക. തിരുപ്പതി യാത്രയ്ക്ക് ബുക്കിംഗ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. വേണ്ട, തിരുപ്പതി യാത്രയുടെ സീറ്റ് ഇനി വളരെ കുറച്ചേ ഉള്ളൂ. ദൈവത്തോർത്ത് ഞാൻ എല്ലാവരുടെയും കാല് പിടിച്ച് പറയുകയാണ്, എനിക്ക് വിഷമം ഉണ്ടാക്കരുത്. ലാസ്റ്റ് മൊമെൻറ്റിൽ വന്ന് ചോദിക്കരുത്. ഞാനും വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടെങ്കിൽ ഇപ്പോഴേ ബുക്ക് ചെയ്യാം. മനസ്സിലായില്ലേ? ഇപ്പോഴേ ബുക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് ടോക്കൺ പറയാൻ പറ്റൂ. ഒരു എക്സ്ക്യൂസും അവിടെ ഇല്ല. കാരണം തിരുപ്പതി ഒരു ടോക്കൺ 10,000 രൂപയ്ക്ക് വരേക്ക് അവിടെ വിറ്റ് പോകുന്നുണ്ട്. മനസ്സിലായില്ലേ? അത്രയ്ക്ക് ടൈറ്റാണ്. നമ്മൾ പോകുന്നത് മെയ് മാസമാണ്, വെക്കേഷനാണ്. അതുകൊണ്ട് നല്ല ടൈറ്റായിരിക്കും. അതുകൊണ്ട് ദൈവത്തോർത്ത് ഇപ്പോഴേ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നേരെ, മനോജ് ചേട്ടാ നമസ്കാരം, ഹരേ കൃഷ്ണ. ഇപ്പോഴേ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദിവ്യയ്ക്ക് എന്ത് കൊടുക്കാം? പേര് കൊടുക്കാം. ലാസ്റ്റ് മൊമെൻറ്റ് വിളിച്ചിട്ട് എനിക്ക് വരണം എന്നൊന്നും പറഞ്ഞാൽ നടക്കില്ല കേട്ടോ. അതുകൊണ്ട് ഇപ്പോഴേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. കാരണം ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണം, എല്ലാം ബുക്ക് ചെയ്യണം. നോക്കൂ, കാരണം കൺഫേം ആയിട്ട് മെയ് 2 എനിക്ക് പോകാം എന്ന് തോന്നുന്നവർ മാത്രം ബുക്ക് ചെയ്യാം. ലാസ്റ്റ് ടൈം ക്യാൻസലേഷൻ ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് അണ്ണാ കുണ്ടത്തൂർ എവിടെയാ? 7-8 സീറ്റേ ഉള്ളൂ അല്ലേ ഇനി? ഓക്കെ, ഇനി 7-8 സീറ്റ് മാത്രമേ ഉള്ളൂ. 25 പേരിൽ കൂടുതൽ നമുക്ക് ടോക്കൺ ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് തിരുപ്പതിക്ക് പോകാൻ പറ്റുന്നവർ മാക്സിമം ഇപ്പോഴേ ബുക്ക് ചെയ്യുക. ഇനി 7-8 സീറ്റ് ഉണ്ടെന്നാണ് പറയണത്. മാക്സിമം ബുക്ക് ചെയ്യുക കേട്ടോ. ആ 25 എണ്ണം ആയിക്കഴിഞ്ഞാൽ ആ 25 പേരും എനിക്ക് ആധാർ കാർഡിൻ്റെ കോപ്പി അയക്കുക. ഞാൻ നിങ്ങൾക്കുള്ള തിരുപ്പതി ടോക്കൺ ബുക്ക് ചെയ്തതിൻ്റെ അവിടെ ദർശനത്തിൻ്റെ ടോക്കൺ തിരിച്ചയച്ച് തരും. ക്ലിയർ? പിന്നെ നിങ്ങളുടെ ട്രെയിൻ ടിക്കറ്റ് തരും. എല്ലാവരും തൃശ്ശൂരിൽ നിന്നാണ് ട്രെയിന്. തൃശ്ശൂരിൽ നിന്ന് ഒരുമിച്ച് ട്രെയിനിൽ കയറുക. ഒരുമിച്ച് തന്നെ തൃശ്ശൂരിൽ നിന്ന് നിങ്ങൾ തന്നെ സ്വയം നിങ്ങൾക്കുള്ള ഡിന്നർ വാങ്ങി കയ്യിൽ വെക്കുക. വണ്ടിയിൽ സ്വയം വെള്ളം വാങ്ങുക. ഒരു പൈസയും ആരുടെയും കയ്യിൽ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല.
ഭക്ഷണം ആവശ്യമുള്ളവർ വാങ്ങിക്കല്ലാതെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഡിന്നർ പാക്ക് ചെയ്ത് കൊണ്ടുവരാം. നെക്സ്റ്റ് ഡേ രാവിലെ നിങ്ങളുടെ ട്രെയിന് തിരുപ്പതി എത്തുമ്പോഴേക്കും ഞാൻ തിരുപ്പതിയിൽ ഉണ്ടാവും. അവിടെ നിങ്ങളുടെ ഹോട്ടൽ നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് പോകുന്നു. നേരെ അവിടെ പോയി കുളിച്ച് ഫ്രഷ് ആവുന്നു. നമുക്കൊരു വണ്ടി വരും തിരുമലയിലോട്ട്. നമ്മൾ മേലേക്ക് ആ വണ്ടിയിൽ പോവും. ദർശനം കഴിഞ്ഞ് ആ വണ്ടിയിൽ തിരിച്ച് നമ്മൾ ഹോട്ടലിലേക്ക് വരും. എന്നിട്ട് ആ വണ്ടിയിൽ തന്നെ നമ്മൾ കാളഹസ്തിയിലേക്ക് പോവും. കാളഹസ്തിയിൽ നിന്ന് നമ്മൾ തിരുപ്പതി ഇസ്കോൺ, അങ്ങനെ തിരുപ്പതി ഇസ്കോണിൽ നിന്ന് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ആ സമയത്ത് നമ്മൾ വണ്ടിയുടെ ബിൽ എമൗണ്ട് ഡ്രൈവർക്ക് കൊടുക്കും. അപ്പോൾ നമ്മൾ വണ്ടിയുടെ എമൗണ്ട് അവിടെ വെച്ച് തന്നെ ടോട്ടൽ എത്രയായെന്ന് ചോദിച്ച് നമ്മൾ ഷെയർ ചെയ്ത് അപ്പം തന്നെ കൊടുക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ യാത്രകൾ. ജയപ്രകാശ് പ്രഭു ടിക്കറ്റ് ബുക്ക് ചെയ്തോളൂ. നമ്മുടെ ഗ്രൂപ്പ് ടിക്കറ്റാണിത്, ഇൻഡിവിജ്വൽ അല്ല, ഗ്രൂപ്പ് ടിക്കറ്റാണ്. ലൈവിലാണ് മാതാജി. അയ്യോ, ഇന്ന് എനിക്ക് സമയമില്ല മാതാജി. ഇന്നും നാളെയൊക്കെ എനിക്ക് വർക്കുണ്ട്. അതാണ്, എനിക്ക് ഡബ്ബിങ്ങിൻ്റെ വർക്കുണ്ട്. നാളെയും കൂടെ കഴിഞ്ഞാലേ ഞാൻ ഫ്രീ ആവും. എന്നിട്ട് ഞാൻ മെസ്സേജ് നോക്കിയിട്ട് റിപ്ലൈ തരാം കേട്ടോ. അതെ, അപ്പോൾ വരുന്നുണ്ടോ? ഞാനൊരു കാര്യം ചെയ്യാം, ദിവ്യയ്ക്ക് മാതാജിയുടെ നമ്പർ കൊടുക്കാം. ദിവ്യയ്ക്ക് ഒന്ന് ഇൻഫർമേഷൻ കൊടുത്താൽ മതി. ദിവ്യയാണ് ബുക്കിംഗ് എടുക്കുന്നത്. നമ്മുടെ ഗ്രൂപ്പ് അഡ്മിൻ. അപ്പോൾ ദിവ്യനെ മാതാജി ആണല്ലേ? അപ്പോൾ ദിവ്യ നേരിട്ട് മാതാജി കോണ്ടാക്ട് ചെയ്ത്. ഓക്കെ മാതാജി, ആള് നല്ല കോമഡി തന്നെയാണ്. ഞാൻ ആഡ് ചെയ്യാം. ദിവ്യയുടെ നമ്പർ മാതാജിയുടെ നമ്പർ ഞാൻ ദിവ്യയ്ക്ക് കൊടുക്കാം. ദിവ്യ വാട്സാപ്പിൽ കോണ്ടാക്ട്. ഇത് വാട്സാപ്പ് നമ്പർ തന്നെയല്ലേ? ശരി മാതാജി, ഞാൻ കൊടുക്കാം, മറക്കാതെ കൊടുക്കാം. ഓക്കെ മാതാജി. ദിവ്യയ്ക്ക് ചോദിച്ചോളൂ. ഓക്കെ മാതാജി, ഹരേ കൃഷ്ണ. എനിക്ക് വയ്യ. ജയപ്രകാശ് പ്രഭു നേരെ നമ്മുടെ ഗ്രൂപ്പ് അഡ്മിൻ ദിവ്യയ്ക്ക് കൊടുക്കൂ. ഡീറ്റെയിൽസ് ദിവ്യയ്ക്ക് കൊടുക്കൂ കേട്ടോ. നമ്മുടെ ഗൾഫിൽ നിന്ന് ഇപ്പോൾ ഒരു മാതാജി വിളിച്ചിട്ട് പറയണേ, അയ്യോ ദിവ്യനെ എനിക്ക് നല്ലോണം അറിയാം, നിങ്ങളുടെ ഗ്രൂപ്പിൽ എന്നെയും കൂടി ഒന്ന് ആഡ് ചെയ്യോ. ദിവ്യ ഭയങ്കര കോമഡിയാണ് ആള്. എനിക്ക് വയ്യ. ജയപ്രകാശ് പ്രഭു നേരെ ദിവ്യയുടെ കയ്യിൽ നമ്പർ കൊടുക്കും കേട്ടോ. ദിവ്യ ബുക്ക് ചെയ്തിടും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോകുമ്പോൾ എന്താണെന്നറിയോ, നമ്മൾക്ക് അത്ര എക്സ്പെൻസ് ഉണ്ടാവില്ല. നമ്മൾ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് 100-200 ഒക്കെ എടുത്തിട്ടേ നമ്മൾ പോകുമ്പോൾ വലിയ എക്സ്പെൻസ് വരില്ല നമുക്ക്. അല്ലാതെ നമ്മളൊരു പാക്കേജായിട്ടൊക്കെ എടുക്കുമ്പോഴേ ഒരാൾക്ക് ഇത്ര പൈസ എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഭക്ഷണം വേണമെങ്കിൽ നമ്മൾ കഴിക്കുക, ഭക്ഷണം വേണമെങ്കിൽ വേണം. കാരണം യാത്രയാകുമ്പോൾ ചിലവർ ഡിന്നർ കഴിക്കില്ല. വെറുതെ എന്തിനാ ആ പൈസ നമ്മളൊരാളുടെ വാങ്ങി കയ്യിൽ വെക്കേണ്ട കാര്യം? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അപ്പം മേടിക്കാന്നേ, ആവശ്യമില്ലെങ്കിൽ വേണ്ട. ഇനി ചിലവർക്ക് ചപ്പാത്തി വേണ്ട, ജ്യൂസ് മതി എന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിലെ കാശെടുത്ത് ജ്യൂസ് മേടിക്കാലോ. തിരുപ്പതി ഭഗവാനെ പറഞ്ഞിട്ടേ ഭഗവാനെ കൃഷ്ണ. അമ്മു അങ്ങ് കിട്ട നിർത്തുക അമ്മു. അരേ ഗുരുവായൂരപ്പാ ശരണം. ഓരോ നിന്ന് ലൈവ് பார்க்க முடியாது. ഹരേ നാരായണ പറഞ്ഞിട്ടേ ഉള്ളു ഭഗവാനെ, ആണ്ടവനെ, തിരുപ്പതിയപ്പാ, ഹരേ ഗുരുവായൂരപ്പാ ശരണം. എല്ലാവരും തിരുപ്പതിയപ്പൻ്റെ ദർശനം എടുത്തോളൂ. അയ്യരേ കൊഞ്ചം തള്ളുങ്ക. ഹരേ കൃഷ്ണ നാരായണ. ഇതിൽ കൂടുതൽ എന്ത് വേണം? ഞാൻ പോകുന്ന വഴിയിൽ ഒരു തിരുപ്പതി ഭഗവാനെ കണ്ടോ? ഹരേ ഹരേ കൃഷ്ണ വെങ്കിടാചലപതി. ഇതാണ് മക്കളെ തിരുപ്പതിയപ്പൻ്റെ ഒരു ഇത്. ഈശ്വര, എനിക്ക് എന്ത് പറയണമെന്നറിയില്ല. അമ്മോ, ഇത് இப்படி பிடிச்சிக்கோ, நான் கொஞ்சம் ப்ரேயர் பண்ணிட்டு வரேன். ഹരേ ഗുരുവായൂരപ്പാ ശരണം.
நான் வச்சுக்கிறேன், எனக்கு வைக்க தெரியாது. என்கிட்ட கொடுங்க, எனக்கு குங்குமம் வைக்க. അയ്യോ നമ്മുടെ വെങ്കിടാചലപതി. ഹരേ കൃഷ്ണ, നാരായണ നാരായണ നാരായണ, ഗോവിന്ദ ഹരി ഗോവിന്ദ. ഇല്ല കണ്ണ, അതിലേ വെച്ചിട്ടോ. ഓ, ഞാൻ ഭയങ്കര ഹാപ്പിയായി. വെങ്കിടാചലപതിയെ വീണ്ടും കാണാൻ പറ്റി. ഇദ്ദേഹത്തെ എവിടെ കണ്ടാലും ഞാൻ അപ്പോൾ ഓടിക്കയറും, ഒരു രക്ഷയില്ല. മൈ ഫേവറിറ്റ് വെങ്കിടാചലപതി ശ്രീനിവാസ പെരുമാൾ കി ഗോവിന്ദ ഹരി ഗോവിന്ദ, ഗോവിന്ദ നാമ സങ്കീർത്തൻ കി ജയ്. ഹരേ കൃഷ്ണ. അയ്യോ നാരായണ. അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരികയായിരുന്നു, അപ്പോഴേക്കും ആളിതേ മുമ്പിൽ നിൽക്കുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ദൂരെ നിന്ന് നോക്കിയപ്പോൾ ആ സിമ്പിൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി ആളിവിടെ ഉണ്ട്. അതാ പിന്നെ ഞാൻ വേഗം ഓടി കയറി. ആളെ വിട്ടു കൊടുക്കില്ലല്ലോ, ആളെവിടെ ഉണ്ടെങ്കിലും നമ്മൾ അപ്പം പോയി പിടിക്കുമല്ലോ. ഹരേ കൃഷ്ണ. ഒന്നും പറയാനില്ല, ഒരുപാട് സന്തോഷമായി ആളെ കണ്ടപ്പോൾ. എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ കാണാൻ പറ്റി. കണ്ടങ്ങ് കൊതി തീർന്നില്ല, അങ്ങനെ അങ്ങ് നിപ്പുണ്ട് ചിരിച്ചോണ്ട്. ആ, ഞാൻ ഇനി ജനുവരി 5-ന് പോകും കാണാൻ. ആളിനോടൊരു വല്ലാത്തൊരു അട്രാക്ഷനാണ് തിരുപ്പതി ഭഗവാനോട്. മനസ്സങ്ങോട്ട് നിറഞ്ഞു കണ്ടപ്പോഴേക്കും. അതെ 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 അതെ, അങ്ങനെ അങ്ങ് നിൽക്കുമ്പോഴേ നമുക്കങ്ങോട്ട് ഭഗവാനെ എവിടെ കണ്ടാലും അങ്ങ് മനസ്സ് നിറഞ്ഞിരിക്കുക. ഞാനൊരു എന്തോ ഒരു ഡള്ളായിട്ട് വരുമായിരുന്നു. ദേ അപ്പാപ്പന് ഫുഡ് കൊടുக்கலாம். அப்பா சாப்பாடு வாங்கிக்கோங்க. அப்பா சாப்பாடு வாங்கிக்கோங்க, சாப்பாடு வாங்கிக்கோங்க. சாப்பிட்டியா? சரிங்க. ഇങ്ങനെ വരുമായിരുന്നു, എന്തോ ഒരു ഉറക്കം തൂങ്ങിക്കൊണ്ട്. പക്ഷെ ആളിനെ കണ്ടപ്പോഴേക്കും ഞാൻ എക്സ്ട്രീംലി ഹാപ്പി. ഭയങ്കര പവറാണ് ആൾക്ക്, ഒരു രക്ഷയില്ല അല്ലേ. അപ്പോൾ തിരുപ്പതിക്ക് പോകാനുള്ളവരൊക്കെ, ചെന്നൈ തിരുപ്പതിക്ക് പോകാനുള്ളവരൊക്കെ വേഗം ബുക്ക് ചെയ്തോളൂ കേട്ടോ, സമയം കളയണ്ട. മഞ്ചരീസിലെ എല്ലാവരെയും വിളിക്കുന്നുണ്ട് ആള്. ഓക്കെ, നമ്മളെ എല്ലാവരെയും വിളിക്കുക, വരൂ വരൂ എന്നും പറഞ്ഞോണ്ട്. അന്നദാനം ലൈവാണ് മാതാജി, അന്നദാനത്തിന്റെ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പിന്നെ വിളിക്കാം. அம்மா அது ஒரு பெருமாள் கோயில், இது ஒரு பெருமாள் கோவிலா? ஹரே கிருஷ்ணா நாராயணா. இது வந்து என்ன தெரியுமாக்கா, திரு ஊரக பெருமாள் திருக்கோவில். ഓ, പാർത്ഥൻ, അർജുനന്റെയും പാർത്ഥന്റെയും ഇത് കണ്ടോ? കണ്ടോ 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 കണ്ടോ, ഇവിടെ താഴെയായിട്ട് കണ്ടോ അർജുനനും പാർത്ഥനും രഥത്തില്. ഹരേ കൃഷ്ണ. ഭഗവാനേ, ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ധൃതാ പുരാണമുനിനാ വന്ദേ മഹാഭാരതം. ഹരേ കൃഷ്ണ. ആ, ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഇനി ഞാൻ എന്നും ഈ വഴിക്കേ വരും. എൻട്രൻസ് നോക്ക്. அண்ணா சாப்பாடு வாங்கிக்கோங்க. அப்பா வாங்க சாப்பாடு. சாப்பாடு வாங்கிக்கோங்க. குடு குடு. ஹரே கிருஷ்ணா. அப்பா வாங்க. வேண்டாம், அங்க வாங்க. இல்ல இல்ல, கண்ணு தெரியல, கண்ணு தெரியல போல. இந்தாங்க அவருக்கு கொடுங்க. ഓ, അവർക്ക് കണ്ണ് തെരിയില്ല. അന്നദാനത്തിന്റെ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണേ. പിന്നെ വിളിക്കൂട്ടാ. എല്ലാരും പ്രസാദിച്ചു. ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഇവരെയൊക്കെ കണ്ടു കിട്ടിയാ പിന്നെ നോ ചാൻസ്. എനിക്ക് ഭയങ്കര സന്തോഷം. ഓ,
അത് ഒരു മല റോഡ് ആ ഇங்கே ഏറി പോകാം. ഇതാണ് ഇവിടുത്തെ ഞാൻ പറഞ്ഞ കുണ്ട്രത്തൂർ കോവില്. കണ്ടോ, മുരുകൻ കോവില്. இங்கே வண்டியை விட்டுட்டு ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. அது வந்து ரோடு அம்மோ ഓ ஏறி போகலாம். இந்த படிக்கட்டு ஏறி ഓ റോഡ് വഴിയും പോളാം. ഇവിടെ ഇത് ഒരു കുണ്ട്രത്തൂർ മുരുകൻ കോവില്. അപ്പം ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടിയും കയറി, ഇവിടെ ഒരു പടി കണ്ടോ, ഈ പടിയും കയറി ഇതുവഴി ഇങ്ങനെ പടി കയറി പോവാം കോവിലിലേക്ക്. സെയിം அம்மோ இது தூக்கிட்டு போகலாம். இது ஒரே ஒரு பேக் நீங்கள் பார்த்துக்கிறீங்களாண்ணா? நாங்கள் போயிட்டு வந்துடுறோம். இடம் ஒரு நிமிஷம் நான் பிடிக்கிறேன். அப்படியா? ഫുഡ് നമ്മൾ കൊണ്ടുപോകാം. ആ ചപ്പൽ വിട്ടിട്ട് தான் போகணும். ഇവിടെ ചെരുപ്പ് ഉള്ളിലേക്ക് പാടില്ല, അപ്പോൾ ചെരുപ്പ് ഇവിടെ വെച്ചിട്ട് വേണം. ഇല്ല അന്നദാനം കൊടുക്കണം. ഇங்கே ഇവിടെ കൊടുക്കാം കൊടുക്കാം. கொடுக்க சொல்கிறாங்க. இது அங்கே 3 பேர். ഹരേ ഗുരുവായൂരപ്പ. നല്ല വെയിറ്റ്. அண்ணா சாப்பாடு வாங்கிக்கோங்க. இப்படி வையும். ആ இப்படி வையும். இந்தாங்கண்ணா சாப்பாடு. அவருக்கு ஒன்று தரீங்களா? கொடுத்துட்டு போகிறேன். ആ ആ அம்மா நான் லைவ் எடுக்கிறேன். இல்லை பரவாயில்ல, நீ கொடு. ஓ ஹலோ, வேணுமா அவருக்கு? கொடுங்க, நீங்களும் வாங்கிக்கோங்க. ஏங்க நீங்கள் ஏன் சாப்பிடல? ஓ தண்ணியெல்லாம் உள்ளே இருக்கு. ஒரு நிமிஷம். ഹരേ കൃഷ്ണ. ഞാൻ കൊണ്ടുപോകാം, വിഷമിക്കണ്ട, നാം കൊണ്ടുപോകാം. വെയിറ്റ് ചെയ്യൂ മക്കളെ, വെയിറ്റ് ചെയ്യൂ. ആഹാ ഹാ ഹാ. ഹരേ നാരായണ ശരണം, ഗുരുവായൂരപ്പ ശരണം. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. ശരിക്കും പഴനി പോലെ തന്നെ ഉണ്ടല്ലേ, പഴനി പോലെ തന്നെ. ഹരേ കൃഷ്ണ. പഴനി പോലെ തന്നെയുണ്ട്. നല്ല ടെമ്പിളാണ്. മുരുകൻ്റെ പ്രസാദം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. சாப்பாடு இல்லையாம்மா? இல்லை விழுந்துருக்கோம். ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. அம்மா நான் எடுத்துட்டு ആ എടുത്തിട്ട് വാങ്ങ. സാപ്പാട് വെച്ച്. ഹരേ കൃഷ്ണ. എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ. നല്ല ക്ഷേത്രം നോക്കിക്കേ, ശരിക്കും നമ്മുടെ പഴനി പോലെ തന്നെ ഉണ്ടല്ലേ. ഞാൻ ഇന്ന് ഇവിടെ കയറി മുരുകനെ കണ്ടിട്ടേ വീട്ടിൽ പോകും. എന്തൊരു കാറ്റാന്നറിയോ, എന്തൊരു ഫീലാന്നറിയോ ഇവിടെ നിൽക്കുമ്പോൾ. ഭഗവാനെ കൃഷ്ണ, ഗുരുവായൂരപ്പ, നാരായണ. നല്ല കാറ്റ്, ഭയങ്കര തണുത്ത കാറ്റ്. ഒരു
രക്ഷയില്ല. ഭയങ്കര ഫീലാണ് കേട്ടോ. അയ്യോ നാരായണ. ഹരേ കൃഷ്ണ. അയ്യോ സത്യം ഭയങ്കര സന്തോഷം എനിക്ക് ഇവിടെ വന്നപ്പോൾ. വരുന്ന വഴിക്ക് തിരുപ്പതി അപ്പനെയും കൂടി കാണാൻ പറ്റിയപ്പോഴേക്കും ഞാൻ വേറൊരു ലോകത്തായിന്ന് വേണമെങ്കിൽ പറയാം. മിസ് ചെയ്യാൻ പറ്റാത്തൊരു ദിവസം ഇന്ന്. ഇത് കുണ്ടത്തൂർ മുരുകൻ കോവിൽ, ചെന്നൈ. അമ്മ വരട്ടെ, അടുത്ത ഫുഡ് എടുക്കാൻ പോയിട്ടുണ്ട്. ഇന്ന് അന്നദാനം സ്പോൺസർ ചെയ്തവരൊക്കെ ഭയങ്കര ലക്കിയാണ്. എന്നും ചെയ്യുന്നവർ ലക്കിയാണ്. പക്ഷെ ചില ദിവസങ്ങളിൽ ചില ആളുകൾ ചില സ്ഥലത്ത് ഭഗവാൻ എത്തിച്ചിട്ടുണ്ട് അല്ലേ. കൊണ്ടുപോകാം. ഞാൻ ഇങ്ങനെ പോണ സ്പെഷ്യൽ പ്ലേസിലൊക്കെ നിങ്ങളെയും കൊണ്ടുപോകാം. നമുക്ക് പോവാം. ഹരേ കൃഷ്ണ. നമുക്ക് പഴനിയിലേക്കും ഒരു ട്രിപ്പ് പോവാം. പഴനിയും പോവാം. നമ്മൾ തിരുപ്പതി പോയി വരട്ടെ, എന്നിട്ട് പഴനി പോകാം, മൂകാംബിക പോകാം. പിന്നെ പഴനി, മൂകാംബിക, തിരുപ്പതി. അതെന്താണെന്നറിയോ, നമ്മൾ കുറച്ച് പേരിങ്ങനെ ജോളിയായിട്ട് പോകുമ്പോൾ ഒരു സന്തോഷമുണ്ട്. നമ്മളുടെ മഞ്ജരീസിലുള്ള കുറച്ച് പേരിങ്ങനെ കൂട്ടമായി നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ നല്ലൊരു ഫീലുണ്ട്. എന്താ അമ്മ അവിടെ നിന്ന് എന്നെ വിളിക്കുന്നുണ്ടല്ലോ. ഈശ്വര ഫുഡ് പോയി ഇനി. നാരായണ എന്താണാവോ. കൃഷ്ണ ഗുരുവായൂരപ്പ, ഫുഡ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട്. ഓക്കെ ഫുഡ് ഒരു മിനിറ്റ് കേട്ടാ. ഓ അവിടെ ഫുഡ് കൊടുത്തോണ്ടിരിക്കുക അവള്. അവിടേക്ക് ആൾക്കാർ വന്നു. போலாமா? ஸ்லிப்பர் போட்டு போலாமா வேண்டாமா? ஸ்லிப்பர் போட்டுட்டு போலாம். ஸ்லிப்பர் இங்க போட்டு போலாம்ல. ഇവിടെ ഈ താഴെ മാത്രമേ ആൾക്കാർ ഇരിക്കുന്നുള്ളൂ. ഈ മലയിലോട്ട് വരുന്ന വഴിക്ക് കുറച്ച് ഒരു മലയിലോട്ട് നടന്നു വരുന്ന ഒരു വഴിയുണ്ട്. അവിടെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട് അത്രേ. இல்லைன்னா ஒன்று செய்யுங்க, வந்து பைசா தரேன். பூ கொடுத்துருங்க, அரளிப்பூ. ஒரு முழம் எவ்வளோண்ணா? என்ன வேணும்? பூ சாமிக்கு ஒரு முழம் கொடுத்துருங்க. ഒരു മുഴ എവ്വളോங்க? 40 ரூபாய். അരളിപ്പൂ താനെ. അപ്പം നമുക്ക് അവിടെ ആ വഴിയിൽ പോവാം. ഇത് ചെന്നൈയിൽ. ഞാനിവിടെ ചെന്നൈയിലല്ലേ. എന്താ എൻ്റെ പിന്നിൽ കാണുന്നില്ലേ ഒരു അമ്പലം? അത് മുരുകൻ കോവിൽ. തിരുപ്പതി ഭഗവാനെ കണ്ടതാണ് ഭയങ്കര സന്തോഷമായതല്ലേ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് തിരുപ്പതി ഭഗവാനെ കാണാൻ പറ്റി. ആളുടെ ഒരു കാര്യം, ആളിങ്ങനെയാ. തിരുപ്പതി ഭഗവാനല്ലേ. ഹലോ. നമുക്കപ്പോൾ അങ്ങോട്ടുള്ള അവിടെ പോവാം. ആ വഴിയിൽ പോവാം. അവിടെ കുറേ ആൾക്കാരുണ്ട്. അവിടെയുള്ള ആൾക്കാരെ തേടി പോവാം. ഇങ്ങനെ നടന്നു വരില്ല അത്രേ. അങ്ങനെയാണ് നടന്നു വരിക. ഒരമ്മ വരാങ്ക സാപ്പാട്ട്. അമ്മു നീ കൂടെ അമ്മു. ரெண்டு பேர் இருக்கா? ரெண்டு வாங்கிக்கோங்க. போயிட்டு வந்து தரேன். ரொம்ப தூரமா? சைட்ல உட்காரலாமா?
ஆனால் உள்ள ஃபுல்லாக வீடு இருக்காமோ. ആ പോവാം. வீடு இருக்காமோ. பெரிய பெரிய பாறை. ഇവിടെ വലിയ വലിയ പാറയായിരുന്നു. അതെല്ലാം പൊട്ടിച്ച് ആണ് ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടാക്കിയിരിക്കണേന്ന്. ഈ ഒരു മലയുടെ ഉള്ളിലായിട്ടാണ് ഈ അമ്പലം കെട്ടിവെച്ചിരിക്കണേന്ന് പറയുന്നു. കൃഷ്ണ ഗുരുവായൂരപ്പ. നമുക്ക് അവിടെയുള്ള ആൾക്കാർ ആരൊക്കെയാന്ന് നോക്കാം അല്ലേ. നല്ലൊരു ഡിഫറെന്റ് പ്ലേസ്. கார் பார்க்கிங் எல்லாமே. ഓ ഇത് ഫുൾ കാർ പാർക്കിംഗ് ആണ് അത്ര. இது மலைக்குள்ள குடஞ்சிட்டா கோவிலே கட்டலாம். ஒன்றாகாது, அது நவுந்துரும். അവര് റോഡിലിങ്ങനെ നടന്ന് വരിക. நிறைய பசுமாடு தான் இங்கே இருக்கும். പശുവും കുട്ടിയും ഇങ്ങനെ നടക്കും. ரோடு எப்படி இருக்கு? நல்லா இருக்கு. പിന്നെ இந்த ரோடு கிடையாது. ഓ ആദ്യമൊന്നും ഇവിടെ റോഡായിരുന്നില്ല. റോഡായിരുന്നില്ല, വെറും വഴി മാത്രമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ റോഡാക്കി കട്ടി വെച്ചിരിക്കുകയാണ്. വീടുകൾ കണ്ടോ? കാണിച്ചുതരാം. അയ്യോ സാമി, ഇവൻ വരയ്ക്കുന്ന പാർക്കിംഗ് ഫാസ്റ്റ്. ഇപ്പോൾ നമ്മൾ മലയുടെ മുകളിലെത്തി. മലയുടെ മുകളിലേക്ക് എത്തി. വേണ്ട സ്ലിപ്പർ അങ്ങ് പോടലാമേ. இங்கே எங்கே தான் போடலாம், வண்டி பக்கத்தில் பூ வந்து இதை மாட்டி നമുക്ക് ഇവിടെ കൊടുക്കാം. മലയുടെ മുകളിലെത്തി. ഇപ്പം നമ്മൾ മലയുടെ മുകളിൽ കുറേ ആൾക്കാരുണ്ട്. കാണിച്ചു തരാം, ഇവിടുത്തെ പ്ലേസ് കാണിച്ചു തരാം. ഞാൻ കുറേ നാളായിട്ട് ആറുപടൈ വീടൊന്ന് സന്ദർശിക്കണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മുരുകൻ്റെ ആറുപടൈ വീട്. അപ്പോൾ ഒന്ന് എന്തായാലും ഇന്ന് രാവിലെയും കൂടെ ഞാൻ ആലോചിച്ചു, എനിക്കൊരു 5-6 ദിവസം ഒരു ഓഫ് ഡേയ്സ് വരികയാണെങ്കിൽ, മിനിമം ഒരു 10 ദിവസമൊക്കെ അടുപ്പിച്ചൊരു ഓഫ് ഡേയ്സ് കിട്ടുകയാണെങ്കിൽ ആറുപടൈ വീടൊന്ന് പോയിട്ട് വരണം. പോകുന്നുണ്ട്, ഞാൻ പറയാം, പോയിട്ട് ലൈവ് ഇടാം. ആറുപടൈ വീട്. ഓക്കെ, 3 പേര് ഇരിക്കാറാ. தண்ணி போட்டுவாங்க உள்ளே இருக்கு தண்ணி பாட்டில். அவங்களுக்கு 3 കുടമോ. അവിടെ ഒരു 3 അമ്മമാരുണ്ട്, 3 പേരുണ്ട്. അപ്പോൾ ആ 3 പേർക്കുള്ള ഫുഡ് കൊടുത്തു. ആ யாருக்கு வேண்டாம், அங்கே இருக்கம்மோ. அதான் அங்கே கொடுக்கலாம் போல. നല്ല മുരുകൻ കോവിലാണ് കേട്ടോ. ഈ മലയുടെ ഹൈറ്റ്സിലായതുകൊണ്ട് നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട് ഇവിടെ. സത്യം പറയുകയാണെങ്കിൽ ഇവിടെ വെച്ച് ഉറക്കം വരുന്നു. ഹരേ കൃഷ്ണ. പക്കം പോകാം. നല്ല ഉറക്കം വരുന്നു ഈ മലയുടെ മേലുള്ള തണുത്ത കാറ്റ് കയറി. കണ്ടോ, നമ്മൾ ആ സ്റ്റെപ്സ് കയറി ഇങ്ങോട്ടല്ലേ വരുന്നത്.
அம்மா இரு பார்த்துட்டு வரலாம். அப்பா இங்கே வாங்க. அது போய் கொடுத்துட்டு வரீங்களா? ம் நீங்கள் தான் இது கொடுத்துட்டு வாங்க. இல்லை கொடுத்துட்டு வா, நான் வெயிட் பண்ணுறேன். അപ്പുറത്ത് സൂര്യാസ്തമയമുണ്ടെന്ന് തോന്നുന്നു. അമ്മ ഒരു നിമിഷം സൺസെറ്റ് ഇருக்கு அங்கே, நான் பார்த்துட்டு வரேன். ഇതാണ് കോവിൽ കേട്ടോ. ഉള്ളിൽ അതാണ്. ഉള്ളിലേക്ക് ക്യാമറ അലൗഡ് ആയിരിക്കില്ല. നോക്കട്ടെ. ഓ സൂപ്പർ അല്ലേ, നല്ല ഭംഗിയുള്ള പ്ലേസ് അല്ലേ. എന്ത് ഭംഗിയല്ലേ കാണാൻ. ഹരേ കൃഷ്ണ. ഇതോ അവിടെ അമ്മ ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിங்க, താങ്ക് യു. ആ പോളാം. சரி சரி, அந்த பேக்கை நான் பிடிக்கிறேன். அம்மா கொடுங்க. எடுக்கணும், அதான் பார்க்குறேன். எடுத்துட்டு வந்துட்டுமா? இல்லை, இது கொடுத்துட்டு வரலாம் நம்ம முதல்ல. கொஞ்சம் இருக்கு, வரணுமான்னு. அப்போ எடுத்துகிட்டு வரலாம். அதான் சரி. சரி வாங்க கொடுங்க. കുറേ സ്റ്റെപ്സ് ഉണ്ട്. താഴെ നിന്ന് നമ്മളിങ്ങനെ കയറി വരണ്ടേ, പഴനി പോലെ. സുജാത മാതാജിയുടെ ഒക്കെ ബർത്ത്ഡേയുടെ ഫുഡാണ് ഞങ്ങൾ മുരുകൻ കോവിലിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കുണ്ട്രത്തൂർ മുരുകൻ കോവിലിൽ. அம்மு கொடுத்தாச்சா? ஓகே. ஆ சாப்பிடுங்கப்பா. அம்மா உங்களுக்கு சாப்பாடு வாங்கிக்கோங்க. അതെ അതെ, ശരിക്കൊരു പഴനിയുടെ ഫീലുണ്ട്. அவங்களுக்கு வேணுமான்னு கேட்டு பாருங்கம்மா. വേറെ ശരിക്കും ഒരു പഴനിയുടെ ഫീല് തന്നെയാണ്. കണ്ടോ? ഓ സൂപ്പർ. പോതുമാപ്പാ? ശരി. ഓ ചൊവ്വയും വെള്ളിയാണ് ഇവിടെ ഭയങ്കര തിരക്ക്. അയ്യോ നാരായണ. ആ അമ്മൂനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം എന്നെ ദൈവം അനുഗ്രഹിക്കണ്ടെന്നല്ലേ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. വിഘ്നേശ്വർ, വിനായകർ. എന്നങ്ക കേറണം മക്കളെ, കേറണം. ഞാൻ ഇന്ന് ഇവിടെ തൊഴുതിട്ടേ പോകൂ. ഹരേ കൃഷ്ണ.
ഭഗവാനെ. அப்படியா? இதோ வரேன். അമ്മ ബാക്കി ഫുഡ് എടുക്കാൻ പോയിരിക്കുകയാണ്. ശരിക്കും ഒരു പഴനിയുടെ ഫീൽ തന്നെ ഉണ്ടല്ലേ. ജ്ഞാനദണ്ഡായുധപാണി സ്കന്ദനുക്ക് ഹരോഹര, മുരുകനുക്ക് ഹരോഹര, വേലായുധനുക്ക് ഹരോഹര. ഗുരുവായൂരപ്പൻ്റെ കാരുണ്യാണെന്ന് നമുക്കിവിടെ എത്തിപ്പെടാൻ പറ്റിയത്. ഇല്ലെങ്കിൽ നമ്മളിവിടെ എത്തിപ്പെടില്ലായിരുന്നു. വേണ്ട കണ്ണ. എന്നമ്മ വീഡിയോ ഇല്ല കണ്ണ, ലൈവ്, ഫേസ്ബുക്ക് ലൈവ്. കേരളയിലൊരു ഗ്രൂപ്പ്. தம்பி பேரு கார்த்திகா. என்ன பண்ணிட்டு இருக்கீங்க? வேர்க்கடலை எனக்கு கொடுக்குறீங்களா? சரி, நீ கொடுத்தல, நான் சாப்பிடலன்னா தப்பு இல்லை, 2 எடுத்துக்கிறேன். എന്നോട് വന്നിട്ട് ചോദിക്കാണ്, അവൻ കടല കഴിച്ചുകൊണ്ടിരിക്കാം, ചേച്ചി നിങ്ങൾക്കും കടല തരട്ടേന്നു. ഞാൻ പറഞ്ഞു വേണ്ട കണ്ണാന്ന്. ആദ്യം ഞാൻ കരുതി വിറ്റുകൊണ്ട് കിടക്കുകയാണെന്ന്. പക്ഷെ അവൻ വാങ്ങി, അവൻ കഴിക്കണം. അപ്പം എന്നോട് വേണമെന്ന് ചോദിച്ചതാ. നമ്മൾ അന്നദാനം കൊടുക്കുന്നു, ഭഗവാൻ ഏത് രൂപത്തിൽ വന്നിട്ട് നമ്മളോട് ഫുഡ് വേണമെന്ന് ചോദിക്കുന്നത് പറയാൻ പറ്റില്ലല്ലോ അല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ വേണ്ടാന്ന് പറയുന്നത് ശരിയില്ലല്ലോ. ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്നപ്പം. ഒത്തിരി സന്തോഷമുണ്ട്. എത്തിന് 3 മാത്രമേ ഉള്ളൂ? 3 എണ്ണേ ഉള്ളൂ? കൊടുത്തോ? വേറെ ആർക്കെങ്കിലും കൊടുക്കാം നമുക്ക്. ഇനി ഒരു 3 ഫുഡും കൂടെ ഉണ്ട്. ആ 3 ഫുഡ് നമുക്ക് ആർക്ക് കൊടുക്കാം നോക്കട്ടെ. ഗുരുവായൂരപ്പൻ്റെ കാരുണ്യത്താൽ ആരെങ്കിലും വരും. അമ്മ സാപ്പാട് വാങ്ങിക്കോங்க അമ്മ. ഇനി 2 എണ്ണം കൂടി ഉണ്ട്, നമുക്ക് നോക്കാം. കൊടുക്ക. ഹരേ കൃഷ്ണ. ഹായ് ബേബി. ഹായ് ഹായ് രസഗുള. ശരി சரிங்க, ഓക്കെ. അപ്പം നമ്മുടെ ആ 3 ഫുഡും നമ്മൾ കൊടുത്തു. ഇനി ഞാൻ അമ്പലത്തിൽ കയറി പ്രാർത്ഥിക്കട്ടെ. സപ്പോസ് ഉള്ളിൽ മൊബൈൽ അലൗഡ് ആണ് എങ്കിൽ ഞാൻ ലൈവിൽ വരാം. അലൗഡ് അല്ല എങ്കിൽ പിന്നെ ലൈവിൽ വരാൻ പറ്റില്ല. ഓക്കെ. അപ്പം നമ്മുടെ ആ ഫുഡൊക്കെ കൊടുത്തു. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും എല്ലാ ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളും അഷ്ടൈശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. അയ്യോ നാരായണ, இந்த കൃഷ്ണ. അപ്പോൾ ഞാൻ അമ്പലത്തിൽ കയറിയിട്ട് വരാം കേട്ടോ. എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടും ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. ഉള്ളിൽ മൊബൈൽ അലൗഡ് ആണെങ്കിൽ ഞാൻ വരാം. ഓക്കെ. ഹരേ കൃഷ്ണ.